ഡെന്റൽ ആബ്സസ് അഥവാ പല്ലിലെ കുമിളകൾ പോലെ കാണപ്പെടുന്ന പല്ലിലെ പഴുപ്പ് പല തരത്തിലുണ്ട്. മുണ്ടയുടെയും പല്ലിനെയും ഇടയിലാണ് വരുന്നതെങ്കിൽ അത് ജിഞ്ചൈവൽ ആബ്സസ് എന്ന് പറയുന്നു. ഇതിന്റെ അറ്റത്താണ് വരുന്നതെങ്കിൽ പെരി അപ്പൈക്കൽ ആബ്സസ് എന്ന് പറയുന്നു. സാധാരണയായി പല്ലിന്റെ ഉള്ളിലേക്ക് അണുബാധ കടക്കുമ്പോഴാണ് വേരിന്റെ അറ്റത്ത് പഴുപ്പുകൾ ഉണ്ടാകുന്നത്. പല്ലിന്റെ വേരിനോട് ചേർന്നുള്ള മോണയിൽ വരികയാണെങ്കിൽ ഇതിനെ പെരിയോഡോണ്ടൽ ആബ്സസ് എന്ന് പറയുന്നു. രണ്ടാമത്തത് പെരി കൊറോണൽ ആബ്സസ്. ഇവ കൂടുതലായും അണപ്പല്ലുകൾക്ക് ചുറ്റുമാണ് കാണപ്പെടുന്നത്. പല്ലുകളിലെ ക്രൗൺ പോർഷൻ കവർ ചെയ്തിരിക്കുന്ന മൃദുവായ ടിഷ്യൂവിൽ അണുബാധ ഉണ്ടാകുമ്പോഴാണ് പെരി കൊറോണൽ ആബ്സസ് ഉണ്ടാകുന്നത്. മായ രോഗലക്ഷണങ്ങൾ മുഖത്തോ കവിളിലോ വീക്കം ഉണ്ടാകുന്നു. അതും തണുപ്പുള്ളതുമായ ഭക്ഷണം കഴിക്കുമ്പോൾ സെൻസിറ്റിവിറ്റി ഉണ്ടാകുന്നു. സിവിയർ പെയിൻ ഉണ്ടാകുന്നു. എല്ലിന് താഴെയോ കഴുത്തിലോ ലിംഫ് നോഡുകൾ വീർത്തു വരുന്നു. വേദന താടിയെല്ലിലേക്കോ കഴുത്തിലേക്കോ ചെവിയിലേക്കോ റേഡിയേറ്റ് ചെയ്യുന്നു. അതിൽ തന്നെ ട്രീറ്റ്മെന്റ് ചെയ്തില്ല എങ്കിൽ നീര് ഫേസിലേക്ക് പടരാനുള്ള ചാൻസ് കൂടുതലാണ്.